ഹായ് വെൽക്കം ടു എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെർസെൻറ്റേജിൻ്റെ കുറച്ച് പ്രോബ്ലംസ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാമെന്നുള്ള ട്രിക്കാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട് 10%, ഒരു നമ്പറിൻ്റെ 10% എങ്ങനെ കണ്ടുപിടിക്കാം. അതിനിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? മൂവ് ദി ഡെസിമൽ 1 place ലെഫ്റ്റ്. അതായത് ഡെസിമൽ നമ്മളൊരു പ്ലേസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 450ൻ്റെ 10% കണ്ടുപിടിക്കണം. അന്നേരം എന്ത് ചെയ്യണം? ഒരു പ്ലേസ് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്താൽ മതി. അന്നേരം ഇവിടെയാണ് ഡെസിമൽ പ്ലേസ് വരിക, അത് ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. അപ്പം 45 കിട്ടി. അതേപോലെ തന്നെ അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്? 1% ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ 1% എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നോക്കി നോക്കാം. 450ൻ്റെ 2 പ്ലേസ് മൂവ് ചെയ്യുന്ന പറയുമ്പോൾ ഇങ്ങോട്ട് വന്ന് അപ്പോൾ 4.5 വരുമല്ലോ. അപ്പോൾ 450ൻ്റെ 1% എന്ന് പറയുമ്പം 4.5. പിന്നെ അതേപോലെ തന്നെ അടുത്തത് നമുക്ക് നോക്കി നോക്കാം. അടുത്തത് 5%. ഒരു നമ്പറിൻ്റെ 5% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യുക? നമുക്ക് 10% കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 450ൻ്റെ 10% അതെടുക്കണം. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമുക്ക് 200 എടുക്കാം. 200ൻ്റെ 10% എത്ര വരിക? ഒരു ഡെസിമൽ പ്ലേസ് മാറ്റുക. അപ്പോൾ എത്രയായി? 20ആയി. അപ്പോൾ നമുക്ക് 10% കിട്ടി. 10%ൻ്റെ പകുതിയാണല്ലോ 5%. അന്നേരം എത്ര വരിക? 200ൻ്റെ 10% എന്ന് പറയുമ്പോൾ 20, 5% എന്ന് പറയുമ്പോൾ 10. അപ്പോൾ 200ൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്രയാണ്? 10. അതേപോലെ തന്നെ 25ൻ്റെ ശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 25% ഓഫ് എ നമ്പർ. അതിലൊന്നും ചെയ്യണ്ട. നമുക്ക് ആ തന്നിരിക്കുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. 200 എടുക്കാം. 200നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അന്നേരം എത്ര കിട്ടുക? 50 അല്ലേ കിട്ടുക. അപ്പോൾ 200ൻ്റെ 25% എന്ന് പറയുമ്പം 50. അതേപോലെ തന്നെ 50% വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പകുതി എടുത്താൽ മതി. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. 300 ആണെങ്കിൽ ആ നമ്പർ, അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ എത്രയാണ്? 150.